ഈ വേദിയിലും സദസ്സിലുമുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കൾ ഈ ജാഥയിൽ കാസർഗോഡ് മുതൽ ഈ ജാഥയിലെ സ്ഥിരാംഗങ്ങളായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സഹപ്രവർത്തകരായ നേതാക്കൾ, പ്രിയമുള്ള മുന്നണി പ്രവർത്തകരെ, ബഹുജനങ്ങളെ, സഹോദരങ്ങളെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, വിസ്മയകരമായ അനുഭവമാണ് കുമിളിയിലെത്തുമ്പോഴും ഈ പുതുയുഗ യാത്രയുമായി കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചേരുമ്പോഴെല്ലാം ഞങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പൊതുവെയും UDFന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെ വൻപിച്ച പൊതുസ്വീകാര്യത ആർജിച്ച ഒരു യാത്ര സമീപകാലത്തൊന്നും തന്നെ രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെ നിന്ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ചതിന് ശേഷം ഈ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിന്റെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന ഉത്തര മലബാർ മേഖലയിലും കണ്ണൂർ ജില്ലയിൽ അടക്കമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ, പയ്യന്നൂരും തൃക്കരിപ്പൂരും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒഴുകിയെത്തിയ ജനങ്ങൾ ഒരു വൻപിച്ച മാറ്റത്തിന്റെ നാന്ദിയാണ്, മാറ്റത്തിന്റെ സൂചനയാണ്. ആ മാറ്റം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPIMന്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അധോലോക ഭരണത്തിന് അറുതി വരുത്തി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരിക എന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ് ഈ പുതുയുഗ യാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വൻപിച്ച സ്വീകാര്യത, ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആവേശകരമായ സ്വീകരണം. ആ ഭരണമാറ്റവും കേരളത്തിന്റെ രാഷ്ട്രീയ മാറ്റവും വിളിച്ചറിയിച്ചുകൊണ്ട് മുന്നോട്ട് ഈ ജാഥ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഈ പുതുയുഗ യാത്രയ്ക്ക് ഒരു സവിശേഷത കൂടിയുണ്ട്. അത് വിശദീകരിക്കാൻ ഞങ്ങൾ പ്രധാനമായും ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇവിടെ നേരത്തെ സംസാരിച്ച ഷാനിമോൾ ഉസ്മാൻ സൂചിപ്പിച്ചു, 10 വർഷക്കാലം അധികാരത്തിലിരുന്ന CPMന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് 25 വർഷക്കാലം കേരളത്തെ പുറകോട്ട് നയിച്ചു. സമസ്ത മേഖലയിലും പരാജയത്തിന്റെ കഥകൾ മാത്രം പറയാൻ കഴിയുന്ന ഒരു സർക്കാർ, വികസനോന്മുഖ രംഗത്ത് ക്രിയാത്മകമായ ഒരു പുതിയ സംരംഭം ഈ 10 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ കാലയളവിൽ ആരംഭിച്ച് പൂർത്തീകരിച്ചു. ഒരു വൻകിട വികസന സംരംഭം എന്ന് ഗവൺമെന്റിന്, CPMന് അവകാശപ്പെടാൻ കഴിയുമോ? ഞങ്ങൾ ഈ പുതുയുഗ യാത്രയിൽ വെല്ലുവിളിക്കുന്നു CPMനെ, ഇടതു ജനാധിപത്യ മുന്നണിയെ. ഇങ്ങനൊരു സുവർണാവസരം ലഭിച്ച ഭരണാധികാരി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? 10 വർഷക്കാലം ഒരു മുഖ്യമന്ത്രി, ഒരു ഗവൺമെന്റ്, അത് വ്യക്തമായ 99 നിയമസഭാംഗങ്ങളുടെ പിൻബലത്തോടെ, വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ, ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കാൻ, നയപരമായ കാര്യങ്ങളിൽ ഇച്ഛാശക്തിയോടുകൂടി കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള വ്യക്തമായ മാൻഡേറ്റ് കേരളത്തിലെ ജനങ്ങൾ 10 വർഷക്കാലം ഒരു ഗവൺമെന്റിന് തുടർ ഭരണത്തിന് അവസരം നൽകിയപ്പോ ആ അവസരത്തെ പ്രയോജനപ്പെടുത്തിയത് കേരളത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടിയിട്ടാണോ, അതോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ വളർച്ചയ്ക്കും പാർട്ടി സഖാക്കളുടെയും പാർട്ടി ബന്ധുക്കളുടെയും പാർട്ടി അനുഭാവികളുടെയും പാർട്ടി താല്പര്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ ഈ 10 വർഷക്കാലത്തെ ഭരണം ചെലവഴിച്ചത് എന്നത് വിലയിരുത്തിയാൽ കാര്യം വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും. ഞങ്ങൾ പറയുന്നു, പാഴായ 10 വർഷം അതായിരുന്നു പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്.
സകല മേഖലയിലും ഞാൻ ഓർത്തുപോകുന്ന ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി 2011 മുതൽ 16 വരെ കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് അധികാരത്തിലിരുന്ന സമയത്ത് നടപ്പാക്കിയ വൻകിട വികസന പദ്ധതികൾ, സംരംഭങ്ങൾ എണ്ണി പറഞ്ഞാൽ ധാരാളമുണ്ട്. കണ്ണൂരിലെ വിമാനത്താവളം, കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി, മെട്രോ റെയിൽ പദ്ധതി, വിഴിഞ്ഞം തുറമുഖം, നാഷണൽ ഹൈവേ ബൈപ്പാസുകൾ, സ്റ്റാർട്ടപ്പ് വില്ലേജുകൾ, സ്മാർട്ട് വില്ലേജുകൾ എന്ന് തുടങ്ങിയിട്ടുള്ള ദീർഘകാല വികസനം മുൻനിർത്തിക്കൊണ്ടുള്ള വൻകിട പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കി ഈ സംസ്ഥാനത്തെ ദീർഘവീക്ഷണത്തോടുകൂടി വികസിത സംസ്ഥാനമാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച 5 വർഷക്കാലത്തെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഭരണം ഒരു തുലാസിന്റെ ഒരു തട്ടിൽ, മറുതട്ടിൽ 10 വർഷക്കാലത്തെ പിണറായി വിജയൻ ഗവൺമെന്റ് ഭരണം. ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കേണ്ട. നിഷ്പക്ഷമതികളായിട്ടുള്ള ബഹുജനങ്ങൾ വിലയിരുത്തുക. രണ്ടും തമ്മിലൊന്ന് തുലനം ചെയ്താൽ വികസനോന്മുഖ കാര്യത്തിൽ മാത്രമാണോ? ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിൽ UDFന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ 5 വർഷക്കാലം നടപ്പാക്കിയ നിരവധിയായ ദുർബല വിഭാഗങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവർ, എന്തിനേറെ പറഞ്ഞു പ്ലാന്റേഷൻ തൊഴിലാളികൾ ഉൾപ്പെടെ അവരുടെയൊക്കെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ ആ 5 വർഷക്കാലം സത്യത്തിൽ കേരളത്തിന്റെ സുവർണ കാലഘട്ടം. എത്രയായിരുന്നു MLA-മാരുടെ എണ്ണം? 72 പേർ. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയായിരുന്നു ഗവൺമെന്റ്. കേവല ഭൂരിപക്ഷം, വ്യക്തമായ പൊളിറ്റിക്കൽ മാൻഡേറ്റ്, വ്യക്തമായ ഭൂരിപക്ഷം ഉമ്മൻചാണ്ടി UDF ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും അന്ന് കേരളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പാക്കിയ വൻകിട വികസന പദ്ധതികളും ജനക്ഷേമ പ്രവർത്തനങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് ഈ കേരളത്തെ 25 വർഷം പുറകോട്ട് നടത്തിച്ച ഒരു സർക്കാരാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ തുടരുന്ന CPM LDF ഗവൺമെന്റ്. ആ ഗവൺമെന്റ് മാറണമെന്ന് ആഗ്രഹിക്കാത്തവരാരുമില്ല. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. പ്രശസ്ത കവി, രാജ്യാന്തര രംഗത്ത് ശ്രദ്ധേയനായ കവി സച്ചിദാനന്ദനും സാറാ ജോസഫ് ഉൾപ്പെടെയുള്ളവർ. സച്ചിദാനന്ദൻ ഇടതുപക്ഷ സാംസ്കാരികതയുടെ മുഖമാണ്. ശ്രീ സച്ചിദാനന്ദൻ പ്രത്യേകിച്ചും CPM അനുഭാവി. ആ സച്ചിദാനന്ദൻ പറഞ്ഞില്ലേ, മൂന്നാമതൊരു ഊഴം കൂടി CPM-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ കേരളത്തിന്റെ ജനാധിപത്യ സംവിധാനം തകരും. കേരളത്തിലെ CPM ബംഗാളിലേതും ത്രിപുരയിലേതും പോലും ആകുമെന്ന് കവി സച്ചിദാനന്ദൻ പറയണമെങ്കിൽ അത്രയ്ക്ക് അസഹനീയമായിട്ടുള്ള ഒരു ഭരണം ഏത് മേഖലയിൽ നിങ്ങൾ വിലയിരുത്തുക. ഒന്ന്, സാമ്പത്തിക രംഗത്തൂടെ പ്രതിപക്ഷ നേതാവ് പറയും, ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരം വിട്ടൊഴിയുമ്പോൾ കേരളത്തിന്റെ മൊത്തം ധനബാധ്യത, ഋണബാധ്യത 1,50,000-ത്തിലധികം കോടി രൂപ. ഈ 26 മെയ്യിൽ പിണറായി വിജയൻ സ്ഥാനമൊഴിയും, എന്നേക്കുമായി സ്ഥാനമൊഴിയും. അങ്ങനെ സ്ഥാനമൊഴിയുമ്പോൾ ശരാശരി കേരളത്തിന്റെ പൊതു കടബാധ്യത, ഋണബാധ്യത 6 ലക്ഷം കോടിയിലധികം രൂപ. എന്നെയും നിങ്ങളെയും കടത്തിന്റെ ആഴങ്ങളിലേക്ക് അല്ലെങ്കിൽ കയങ്ങളിലേക്ക് തള്ളിയിട്ടതിന് ശേഷമാണ് ഈ സർക്കാർ പുറത്തു പോകുന്നത്. ഈ പണം, ഈ ബാധ്യത, വായ്പ എടുത്ത പണം ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി ചെലവഴിച്ചു? അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. 10 വർഷത്തെ സുവർണ കാലഘട്ടം, വ്യക്തമായ പൊളിറ്റിക്കൽ മാൻഡേറ്റ്, കൃത്യമായ ഭൂരിപക്ഷം, പാർട്ടിയുടെ പിന്തുണ, മുന്നണിയുടെ പിന്തുണ, ഒരു മുഖ്യമന്ത്രി ഇച്ഛാശക്തിയോടുകൂടി തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള 10 വർഷം. കേരള രൂപീകരണത്തിന് ശേഷം ചരിത്രത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിക്കും ഇത്തരത്തിലൊരു അവസരം ലഭിച്ചിട്ടില്ല. അതിനെ തകർത്ത് തരിപ്പണമാക്കി ഈ കേരളത്തെ. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിങ്ങൾക്കറിയാം. കുമിളിയിലും പീരിമേട്ടും അടക്കമുള്ള പ്രദേശങ്ങളിൽ പോയാൽ അറിയാം, പ്ലാന്റേഷൻ തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, കൃഷിക്കാർ വീട് പണയം വെച്ചും കുടുംബം മുഴുവൻ പണയം വെച്ചും 30-40 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് വിദ്യാഭ്യാസ വായ്പയെടുത്ത്
യൂറോപ്പ്, അമേരിക്ക, UK, കാനഡ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ആഫ്രിക്കൻ രാജ്യങ്ങളിലടക്കം കൗമാര യൗവന പ്രായത്തിൽപ്പെട്ട പുതുതലമുറ കേരളത്തിൽ നിന്ന് പലായനം ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിലും ലഭിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്ന് പലായനം ചെയ്യുന്നു. എറണാകുളം പട്ടണത്തിൽ, കൊച്ചി പട്ടണത്തിൽ സാന്റാ മോണിക്ക എന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടിംഗ് ഏജൻസി ഒറ്റ ദിവസം റിക്രൂട്ട് ചെയ്തത് ഏതാണ്ട് 7688 കൗമാര പ്രായത്തിലുള്ള +2 കഴിഞ്ഞ 7688 കുട്ടികളെ ഒറ്റ ദിവസം റിക്രൂട്ട് ചെയ്ത് കാനഡയിലേക്ക് അയച്ചു. ഒറ്റ ദിവസത്തെ റിക്രൂട്ട്മെന്റ്. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ 10 വർഷക്കാലം